നമുക്കിന്ന് കുറച്ച് പാസ്ത ഉണ്ടാക്കി നോക്കാം. ഒരു തട്ടിക്കൂട്ട് പാസ്ത എന്ന് പറയാം, അല്ലാതെ വലിയ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ലെവലുള്ളൊരു പാസ്ത ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കുന്നു പാസ്ത ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് സൈമൾട്ടേനിയസ്ലി ഒരു പാനും വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ടു അര ടീസ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ കുത്തുന്ന തരത്തിലുള്ള വേറെ എണ്ണകൾ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടുകെണ്ണയൊന്നും പാസ്തയിലിട്ട് നന്നാവില്ല. ഒലിവ് ഓയിലാണ് ബെസ്റ്റ്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ. സോ ഐ poured some വെളിച്ചെണ്ണ ഇൻടു ദിസ് ആൻഡ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണത്. അങ്ങനെ ഓൾമോസ്റ്റ് തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ, തിളയ്ക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ 250 to 40 ml കപ്പാണ്. 2 കപ്പ് പാസ്ത ഇതിലേക്കിടാം. ഒന്ന് ഇളക്കാം. ഈ പാനും ഇവിടെ ചൂടായിട്ടിരിക്കുകയാണല്ലോ. ഈ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി നമുക്കതിലേക്ക് സവാള ഇടാം. 2 കുഞ്ഞ് സവാള. കുഞ്ഞത് മീൻസ് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വല്ലാതെ പൊടിയായിട്ട് അരിയണ്ട, കുറച്ചൊന്ന് കനത്തിലരിയാം. അങ്ങനെയുള്ള 2 സവാള അത് ഈ കുറച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. സൈമൾട്ടേനിയസ്ലി നമ്മളുടെ പാസ്ത ഇവിടെ ഒരു 5 മിനിറ്റോളം ഇരുന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിരുന്ന് വേവണം. പാസ്ത അത്യാവശ്യം വേവണം, നന്നായിട്ട് വെന്ത് കുഴയരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ കുറച്ച് ആയാൽ കുക്ക് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാം ഇത് പാകമായോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു ശബ്ദം വരും. അതില്ലാതെ ഒന്ന് സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓക്കെ ഇത് ഓൾമോസ്റ്റ് ആയി എന്നുള്ളത്. ഓക്കെ, അതിന് കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ആ എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടൊന്ന് വെറുതെ തൊട്ട് നോക്കിയാലും മതി, കൈ കൊള്ളാതെ നോക്കിയിട്ട്. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് പാസ്ത പാകമാണോ അല്ലേ എന്നുള്ളത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ എന്നുവെച്ചാൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും, വഴന്ന് കിട്ടും. ആൻഡ് ഈ എൽബോ പാസ്തയ്ക്ക് നമ്മുടെ നാട്ടിൽ മാക്രോണി എന്നൊക്കെ പറയും കേട്ടോ. ദിസ് ഈസ് എൽബോ പാസ്ത, പെന്നി പാസ്ത, അങ്ങനെ പലതരത്തിലുള്ള പാസ്തകളുണ്ട്. ആൻഡ് എനിക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു എൽബോ ആയ കാരണം കൊണ്ട് നമ്മുടെ കൈമുട്ടിൻ്റെ ഒരു ആകൃതിയല്ലേ അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ പൈപ്പ് ജോയിൻ്റ് എന്നൊക്കെ പറയാം. പൈപ്പിൻ്റെ ജോയിൻറ്റും ഇങ്ങനെയാണ്. കൺസിസ്റ്റൻസി ഒരുവിധം നന്നായിട്ട് വന്നപ്പോൾ നമ്മളതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് കുറച്ച് കനത്തിലരിഞ്ഞാൽ എന്താ കുഴപ്പമില്ല. ഇടയ്ക്ക് പാസ്തയിൽ അത് കടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടാക്കിയ ആളേനെയും പാസ്തേനെയും ഒന്നും ഇഷ്ടമല്ലാതെയാവും. അത് കാരണം കൊണ്ട് ഒരു 10 അല്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക്കും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ലോവസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പാകമായി. ഓക്കെ, ഐ ക്യാൻ സീ ദാറ്റ്, ഐ ക്യാൻ ഫീൽ ദാറ്റ്. ഞാനത് ഓഫ് ചെയ്യണം. നമ്മുടെ പാസ്ത നമുക്ക് ഡ്രെയിൻ ചെയ്യാം. കുറച്ച് നേരം ഒന്നിരുന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഉള്ളി, പച്ചമുളക്, സവാള, അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിടാം. പാസ്ത കുറച്ച് കളർഫുള്ളാവുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. കളർ പലതരത്തിലുള്ള ബെൽ പെപ്പേഴ്സ് ഉണ്ടല്ലോ. യെല്ലോ ഉണ്ട്, പിന്നെ ഗ്രീനാണ് പെട്ടിക്കുണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. അങ്ങനെ നമുക്ക് കോൺ വേണമെങ്കിൽ അതിടാം, മഷ്റൂം വേണമെങ്കിൽ അതിടാം, ചിക്കൻ വേണമെങ്കിൽ അതിടാം. കയ്യിലുള്ളത് ഇത്രയേ ഉള്ളൂ. ക്യാരറ്റ് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ ആരും വലിയ കാര്യമായിട്ട് കഴിക്കില്ല. ഒരു ചെറിയ സ്വീറ്റ് നോട്ടും കയറി വരും. അത് കാരണം കൊണ്ട് ക്യാരറ്റ് ഇടുന്നില്ല. ഓൾറൈറ്റ്, കുറച്ച് പശുവും പാൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പശുവും പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത്ര ബാക്കി വെച്ചു. പാലൊക്കെ ഒഴിച്ച സംഭവം തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പാസ്ത വരുന്നില്ല. ഇറ്റ്സ് റോക്ക് ഹാർഡ്. ഞാനതൊന്ന് വേർപ്പെടുത്തിയിട്ട് ഇതിൽക്കിടട്ടെ. സിലിക്കോണിൻ്റെ ഒരു എന്താ അതിന് പറയുക, സ്പാറ്റുല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്തപ്പോൾ വന്നു കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നു. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടല്ല ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ വീണപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടല്ല ഇരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ഇതുണ്ടാക്കുന്നത് വൈറ്റ് സോസിലും റെഡ് സോസിലുമാണ്. ഞാൻ വൈറ്റ് സോസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസിന് നമ്മൾ സാധാരണ ചെയ്യുക ബട്ടറിൽ മൈദ ഇട്ട് കുറച്ച് പാലും അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നല്ല കൺസിസ്റ്റൻസി വരുത്തിയിട്ട് അതിലാണ് അങ്ങനെയാണ് നമ്മൾ സോസ് ഉണ്ടാക്കുക. ബട്ട് ഐ ആം ഡൂയിങ് എ വെരി ഡിഫറെൻറ്റ് മെത്തഡ് ടുഡേ. ലെറ്റ്സ് സീ. ഡിഫറെൻറ്റ് മെത്തഡ് എന്ന് പറഞ്ഞത് ഈ ലിക്വിഡാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. ഇതൊരു തിക്കനിങ് ഏജൻറ്റാണ്. ഇത് കുറച്ച് ഹെൽത്തിയർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം കൂവപ്പൊടി കലക്കിയതാണ്. 2.5 ടീസ്പൂൺ കൂവപ്പൊടി പച്ചവെള്ളത്തിൽ നോർമൽ ടെമ്പറേച്ചറിൽ കലക്കി വെച്ചു. അതിൻ്റെ അതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു. ഇനി അതൊന്നൊരു കട്ട പിടിച്ചിട്ട് വരും. നല്ലൊരു തിക്കനിങ് ഏജൻറ്റാണ് കൂവപ്പൊടി.
കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടി. കൂവപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാം. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ തന്നെ ഉപയോഗിക്കാം. അരിപ്പൊടി ഒന്നും ഉപയോഗിക്കരുത്, നന്നാവില്ല. മൈദ, കോൺഫ്ലവർ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൂവപ്പൊടി, ആരോ റൂട്ട് പൗഡർ, ഇതാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് കൂവപ്പൊടിയാണ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ മൈദ ബട്ടറിലിട്ടിട്ട് ചെയ്താലും നല്ല രസമുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. പാല് ചേർക്കണമെന്ന് മാത്രം, അപ്പോൾ വെള്ളം ഒഴിക്കാതെ നല്ല രസമുള്ളൊരു ടേസ്റ്റ് വരും ഈ ഒരു പാസ്തയ്ക്ക്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ പാസ്തയൊക്കെ ഓൾറെഡി റെഡി ആയതാണല്ലോ. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വയലൻ്റായിട്ട് ഇളക്കരുത്. ആ ഒരു കൂവയുടെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഇളക്കൽ. ആൻഡ് ഉപ്പ് ലേശം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി, ഉപ്പിടുകയാണ്. ആൻഡ് നമ്മളുടെ ഈ മാക്രോണി അല്ലെങ്കിൽ എൽബോ പാസ്ത, ഇതിന് ലേശം വേവ് കുറവുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ്. ലിഡ് എടുത്തൊരു ജസ്റ്റ് ഒരു ഹെൽപ്പർ മണം പിടിച്ചു വന്നതുകൊണ്ട് ഇപ്പോഴല്ല, ടേസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ടേസ്റ്റ് ആക്കിയിട്ട് റിവ്യൂ ചെയ്താൽ മതി. റിമൂവ് യുവർ ഹാൻഡ് ഫ്രം ദെയർ. കൂവപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ലിക്വിഡിൽ നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിക്കൻ ചെയ്തു. അപ്പോൾ അത് നന്നായിട്ട് തിക്കൻഡായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും കണക്കറിയാമല്ലോ. കുറച്ച് ആ ഒരു ലിക്വിഡിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ, വല്ലാതെ ഇങ്ങനെ ലിക്വിഡായി പോകരുത്. ഒരു സെമി ലിക്വിഡ് ഫോമാറ്റിലുള്ള പാസ്തയാണ് എപ്പോഴും രസം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർക്ക് ഡ്രൈ ആയിരിക്കും ഇഷ്ടം. സോ ഇറ്റ്സ് അപ് ടു യുവർ പ്രിഫറൻസ്. കുറച്ചൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. പാസ്ത ഡ്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തില്ല, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊക്കെ പിടിച്ച് വരുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുന്ന നേരത്ത് നനഞ്ഞിറങ്ങിയതല്ലേ, കുളിച്ച് കയറാം. 2 കട്ട ചീസ്, 2 ചെറിയ ക്യൂബ്സ് എന്ന് പറയാൻ പറ്റില്ല, 2 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഉണ്ട് തോന്നുന്നുണ്ട്, 3.25 സെൻറ്റിമീറ്റർ, അങ്ങനെ ഇത്ര കണക്കായിട്ടൊന്നും പറയണ്ടല്ലോ. ക്യൂബുകൾ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ അങ്ങനത്തെ 2 ചീസ് ക്യൂബുകൾ എടുത്തിട്ട് അത് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇത് ഷ്രെഡഡ് ചീസ് ഞാൻ ഷ്രെഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതാണ്. ഇതുകൊണ്ട് ഷ്രെഡ് ചെയ്തു, ഇളക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ക്രീമും ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാം. പിന്നെ ഡെഫിനറ്റ്ലി ഒറിഗാനോ, കുരുമുളക് പൊടി വിതറുന്ന മനോഹരമായ കാഴ്ച. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റും ഇഷ്ടവും ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ. പിന്നെ ചിക്കനൊക്കെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മൈദയിൽ റോൾ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് അങ്ങനത്തെ ചിക്കൻ കഷ്ണങ്ങൾ വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചേർക്കാൻ പറ്റും. എഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ട ബുർജി ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് ചേർക്കാൻ പറ്റും. സോ ഇറ്റ്സ് അപ് ടു യു. ഫ്രഷ് ക്രീം കുറച്ച് ചേർക്കുകയാണ്, അമൂലിൻ്റെ. ഈ ക്രീം നമ്മൾ വാങ്ങിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സ് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതിനെങ്ങനെയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ഇതിൻ്റെ മുകളിൽ പാക്കേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും, എക്സ്പയറേഷൻ ഡേറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണം. ഓക്കെ, ക്രീം ഒന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. നമ്മൾ ക്രീം ഒഴിച്ചതൊക്കെ ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ്. കുരുമുളക് പൊടി ഇട്ടതും ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ്. കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ കൂടെ വിതറാം, എന്നിട്ട് ഒന്ന് ഇളക്കാം, എന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ബസേനെ ലുട്ടേരെ ആകെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. വന്നു. എങ്ങനെയുണ്ട് എൻ്റെ പാസ്ത? മുഴുവൻ നിന്നിട്ടല്ല, കുറച്ച് നിന്നിട്ടല്ല അഭിപ്രായം പറയുക കുട്ടിയോട്. അപ്പോൾ അതിന് തന്നെ മനസ്സിലായി എനിക്ക് ഹൗ ഇസ് ഇറ്റ് എന്നുള്ളത്. നൗ യു ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ്. ഗുഡ്. പ്രോൺസ് ഇല്ല കുട്ടി, ഇത് വെജിറ്റേറിയൻ പാസ്തയാണ്. വെജിറ്റേറിയനേ ഉള്ളൂ. ഐ എം നോട്ട് എ നോൺ വെജിറ്റേറിയൻ. ഐ ഡോണ്ട് ലൈക്ക് പാസ്ത. നോൺ വെജിറ്റേറിയൻ. ഒരു ലേശം ഞാനും കഴിച്ചു നോക്കട്ടെ. ഫൈനൽ പ്രോഡക്റ്റ്. എല്ലാം കറക്റ്റ്. എനിക്ക് ചിലപ്പോൾ ഒരു ലേശം കൂടുതലുണ്ടായിരിക്കും അല്ലേ ഉണ്ണി? ഫോർ മീ ഇറ്റ് ഇസ് പെർഫെക്റ്റ്. അടിപൊളി. സോ സീ യു നെക്സ്റ്റ് ടൈം. ബൈ പറയൂ അബി. അച്ഛൻ്റെ 5 വ്യൂവേഴ്സിക്കോ?